ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചമാങ്ങാച്ചാറാണ് കേട്ടോ. മാങ്ങാച്ചാർ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. അച്ചാറുകളെല്ലാം എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും മാങ്ങാച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി നീളത്തിലരിഞ്ഞതാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള, ഞങ്ങൾ നല്ല ഗുണ്ടൻ മുളകെന്ന് പറയും, അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് അച്ചാറിടുന്നത്. കാരണം നമ്മളിത് വേവിക്കില്ല, പച്ചമാങ്ങ നമ്മൾ വേവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര സമയത്തോളം നമ്മളിത് ഉപ്പിലിട്ട് വെക്കുന്നുവോ അത്രമാത്രം ഇത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. മാങ്ങാച്ചാർ ഇടുന്നതിലേക്കായി ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന ആ ഒരു ടൈമിലേക്ക് കടുകിനോടൊപ്പം കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ട് കളർ മാറുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് കരിയാൻ പാടില്ല. ആ ഒരു ടൈമിലേക്ക് കറിവേപ്പില, എത്രത്തോളം കറിവേപ്പില ഇടാമോ അത്രത്തോളം നല്ലതാണ്. കറിവേപ്പിലയുടെ ടേസ്റ്റ് മാങ്ങാച്ചാറിന് ഒരു പ്രത്യേക രുചി നൽകും. ഇത് ഒന്ന് വാടി വരുന്ന ടൈമിൽ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഇത് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. കാരണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഈ ഒരു ടൈമിലേക്ക് മാത്രമാണ് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മൾ തീയിൽ വെച്ച് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തീയിൽ നിന്ന് മാറ്റിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കാരണം നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയാണ്. അപ്പോൾ നമ്മൾ തീ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതാ നേരത്തെ നമ്മൾ ഉപ്പിട്ടൊക്കെ വെച്ച് മസാലകളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങയിൽ നിന്നും വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെയൊക്കെ വെള്ളമാണ്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മാങ്ങ അച്ചാർ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരി ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. വിനാഗിരി ആഡ് ചെയ്ത മാങ്ങ അച്ചാർ ഒരുപാട് കാലത്തേക്ക് നമുക്കിത് കേടാവാതെ തന്നെ ഇരിക്കും. അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു തിള വരുന്ന സമയം വരെ നമ്മളിത് അടുപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ തീ ഒരു മിതമായ അളവിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മാങ്ങ അച്ചാറിൻ്റെ പാകം മാറിപ്പോകും. അപ്പോൾ നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി കൂടി ഇടാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് നല്ല എരിവ് വേണം കേട്ടോ. അതുകൊണ്ട് മുളക് പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവുള്ള നല്ല പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല എരിവ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് മുളക് ചേർത്ത് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൈസി മാങ്ങ അച്ചാറാണ്. അച്ചാറിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ടിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഈ മാങ്ങാച്ചാറിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് മാങ്ങാച്ചാറിൽ മല്ലിയില ഇതുവരെ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മല്ലിയില ഇടുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന അച്ചാറിൻ്റെ നിന്ന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ അഭിപ്രായം പറയാവൂ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മസാലക്കൂട്ടിലേക്ക് മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വേവിക്കാൻ പാടില്ല. നമ്മുടെ സ്പൈസി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര കാലം വേണോ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.